നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂട്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവിയും സേതുവും പൂർണിമയും മാമയും കൂടി നിൽക്കുകയാണ്. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ പല്ലവി പറയാണ്, ഞാനും കൂടി വരിക എന്ന്. അപ്പൊ വേഗം തന്നെ പൂർണിമ പറഞ്ഞു, അതെ എന്റെ ശരിക്കും പറഞ്ഞാല് ഞാൻ ചെന്നിട്ട് തന്നെ അപമാനിക്കപ്പെട്ട തിരിച്ചു പോന്നത്. അങ്ങനെ വരുമ്പോ നീ കൂടി വന്നാല് എങ്ങനെ ശരിയാകും എന്നിങ്ങനെ ചോദിച്ചു. അതിന്റെ ആവശ്യമുണ്ടോ? നീ വന്നത് കൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പം വേഗം തന്നെ പൂർണിമ പറഞ്ഞു, ഞാൻ അനുഭവിച്ചതിന്റെ ഇരട്ടി നീ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് അപമാനിക്കപ്പെടാനായിട്ട് പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷെ സേതു എന്നെ തണിച്ചു വിടാൻ പറ്റില്ലമ്മേ, അതുകൊണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ നിൽക്കണം. എന്തിന്? എന്റെ ബോഡി ഗാർഡായിട്ടോ എന്ന് സേതു വേഗം ചോദിക്കാം. എനിക്ക് തനിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി പോകാനുള്ള തന്റെ ഇടം ഒക്കെ ഉണ്ട്, അത് നിനക്ക് അറിയാലോ. ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, തന്റെ ഇടം കൂടിയിട്ടേ ഉള്ളൂ, അത് കണ്ട് തന്നെയാ ഞാനും വരാമെന്ന് ഇന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അത് തീരുമാനിച്ച് ചെയ്തു കേട്ടാ. ഇനി നമ്മൾ ഒരുമിച്ച് മാത്രമേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നുള്ളൂ എന്ന് പല്ലവി ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എതിർക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇവർ രണ്ടുപേരും മിണ്ടാതെ കുറെ നേരം നിന്നു കേട്ടോ. എന്താണെങ്കിലും നോക്കാം എന്നിങ്ങനെ സേതു ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇനി എന്തായിരിക്കും അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ എന്നോർത്ത്. പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയും ഋതുവിനെയാണ്. അപ്പൊ രണ്ടുപേരെയും പുറത്തിങ്ങനെ പോയിരിക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രൻ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഋതുവിനും നല്ല ടെൻഷൻ ഉണ്ട് ആളുടെ മുഖത്തൊക്കെ. അപ്പൊ വേഗം ഇന്ദ്രൻ വന്നിട്ട്, എടോ തനിക്കറിയാലോ എന്റെ അമ്മ ശരിക്കും ഒരു കടുംപിടുത്തക്കാരിയാ. എന്റെ കാര്യത്തില് അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹാലോചനയായിട്ട് വരുമ്പോ അമ്മ അതേക്കുറിച്ചൊക്കെ ചിലപ്പോൾ സംസാരിച്ചേക്കും. അതുകൊണ്ട് ആരുടെയും ഒരു കണ്ടീഷനും വിധേയരായിക്കൊള്ളാം എന്നുകൊണ്ട് അന്ന് നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണോ നമ്മൾ രണ്ടുപേരും ഒന്നാവാൻ തീരുമാനിച്ചത്? ആണോ? എന്നിട്ട് പിന്നെ എവിടുന്ന് വരുന്നു ഈ നിബന്ധനകൾ ഇന്ദ്രജിത്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. തന്റെ അമ്മ വന്നപ്പോ സേതുവിനോട് കൂട്ടി വരാനായിട്ട് എന്റെ അമ്മ പറഞ്ഞു, അതിലെന്താ ഇത്ര തെറ്റ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടോ പിന്നെ സംസാരിക്കുമ്പോ സ്വർണത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ഒക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ട് അതിപ്പോ താൻ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നെഗറ്റീവ് അല്ലേ ജിത്ത്? പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു മാറ്റർ ആണോ? അല്ല, ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. ശരിക്കും തന്നെ മാത്രം മതി. താൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സോട് കൂടി വന്നാലും ഞാൻ തന്നെ നോക്കും. ജിത്തിന്റെ മനസ്സിലെ വിലയും സ്ഥാനവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഉണ്ടോ? പക്ഷെ അതുണ്ട് തീർച്ചയായിട്ടും. എന്റെ ഭാര്യ എന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് വേഗം ഇന്ദ്രൻ വളച്ചൊടിച്ചങ്ങ് മറിച്ചു കേട്ടത്. എന്തായാലും തനിക്കൊരു ഷെയർ എന്താണേലും തന്റെ വീട്ടിലുണ്ടാവും. അത് താൻ കൊണ്ടുവരുമ്പോ എന്റെ വീട്ടുകാർക്കും ഒക്കെ സന്തോഷമാവും. അങ്ങനെ വരുമ്പോ അവര് തന്നെ അംഗീകരിക്കുന്നത് കാണുമ്പോ എനിക്കും സന്തോഷമാവും. ഇതിലെവിടെയാ തെറ്റ് പറ? ജിത്ത് പറയുന്നത് കേൾക്കുമ്പോ ഇതാ ശരി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മറുവശം കേൾക്കുമ്പോ അതാ ശരി എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നും. എന്താ ഞാനിപ്പൊ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് താൻ ഒന്നും ചെയ്യാനില്ല. അതെ, ഇപ്പൊ താൻ എന്റെ സൈഡിലാ നിൽക്കേണ്ടത്. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ ജിത്തിനെ മാത്രം വിശ്വസിച്ച് ഇങ്ങനൊരു ജീവിതം മതി എന്ന് ഞാൻ വാശി പിടിച്ചത്. ബട്ട് ഐ നോ എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട് എന്റെ ഭാവി എന്താകും എന്ന് ഓർത്തിട്ട്. പക്ഷെ മറ്റൊന്നും എനിക്ക് ജിത്തിനോട് പറയാനില്ല. എന്നെ ഒരിക്കലും ചതിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ചതിക്കാനോ? ഈ ജിത്ത് മരിക്കണം എന്നൊക്കെ പറയാണ്. ഇവന്റെ ഒരു പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. എന്നെ മാത്രം വിശ്വസിച്ച് വരുന്ന ആളാണ് നീ എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് ഈ ഞാൻ. ആ ഞാൻ നിന്നെ ചതിക്കാനോ? അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഒരു വാക്ക് തരാം. നമ്മുടെ ജീവിതം കണ്ട് ഈ ലോകം മുഴുവൻ അസൂയപ്പെടും. അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. മതി. അപ്പൊ മൃദുവിന് സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി ആള്. അത് മതി, അത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ഋതുവിനെയൊക്കെ ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്, കാട്ടാളന്റെ വേഷം ഇട്ട. എന്നിട്ട് അവന്റെ മനസ്സിൽ വേറെയാണ് ചിന്തകളൊക്കെ. പിന്നെ കാണുന്ന അച്ചുവിനെയാണ്. അച്ചു ആകെ സങ്കടപ്പെട്ടിരുന്ന കരയാണ്. അപ്പോഴേക്കും ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു. അച്ചു, നീ വിഷമിച്ചും കണ്ണ് നിറച്ചിട്ടും എന്താ കാര്യം? നടക്കാനുള്ളതൊക്കെ നടക്കും അച്ചു. പക്ഷെ ഹരി, എനിക്ക് അങ്ങനെയൊന്നും ആശ്വസിക്കാൻ പറ്റുന്നില്ല ഹരി.
അവളുടെ ജീവിതം തകർന്നു പോവാണ് എന്ന് എനിക്കറിയാം, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേങ്കില് ഋതുവിന് അത് മതിയല്ലോ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയാലും അവള് പിടിച്ചെടുത്ത് പിടിവിടാതെ നിൽക്കുമല്ലേ. അതെ, എനിക്കറിയാം. ഞാൻ തന്നെയാ അവളുടെ കല്യാണം ഒരു ചെകുത്താനുമായിട്ട് നടത്തി കൊടുക്കാൻ പറഞ്ഞത്. മറ്റൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാ. എന്നാലും പുറത്ത് ഓർക്കുമ്പോ ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടച്ചിലാ. അവളുടെ ഒരു അനിയത്തിയുടെ ജീവിതമല്ലേ ഒരു ചെകുത്താന്റെ മുന്നിലേക്ക് ചവിട്ടിക്കുഴയ്ക്കാൻ ഇട്ടുകൊടുക്കുന്നത്. അത് മാത്രമല്ല, എല്ലാവരും അനുഭവിക്കാൻ പോവാണെന്ന് എന്റെ മനസ്സ് പറയാ. പൊന്നും മണത്തിന് ഇനി ഒരിക്കലും പഴയതുപോലെ ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാവരുടെയും ജീവിതം ആ ചെകുത്താൻ പന്ത് തട്ടി കളിക്കും, അത് ഉറപ്പാ. അവൻ ഇവിടെ കയറി വന്ന് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല ഈ ഹരി ജീവിച്ചിരിക്കുമ്പോ. അല്ലെങ്കിൽ ആദ്യം അവൻ എന്നെ തീർക്കണം. ഹരി ആവശ്യമില്ലാത്തതൊന്നും പറയലേ, അവൻ എന്തും ചെയ്യും. അച്ചോ, നീ വിഷമിക്കാതെ, നമുക്ക് നോക്കാം. സേതുവേട്ടനും പല്ലവി ചേച്ചിയോട് പോയിട്ടുണ്ടല്ലോ, അവരുടെ ഇനി നടത്തില്ല എന്ന് തീരുമാനിച്ച് തിരിച്ചു വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോ എന്നാൽ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരിക്കലും നടക്കാത്ത വിധം ഇതൊന്ന് അലസി പിരിഞ്ഞു പോണേ ഈശ്വര എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അച്ചു നിന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ശ്രീഹരിയും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ സേതുവിനെയും പല്ലവിനെയാണ്. അപ്പൊ രണ്ടുപേരുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കരുതി കൂട്ടി തന്നെയാണ് ഇവര് ഇറങ്ങി നേരെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ പാറുവും വിഷുവും കൂടി അവിടെ കാത്തു നിൽക്കുകയാണ്. കണ്ടപ്പോ തന്നെ പാറുവിന് ഭയങ്കര സന്തോഷമായി. ആൾ ഓടി ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വിഷു ഉണ്ട് ചേച്ചി എന്ന് വിളിച്ചോണ്ട്. സേതുവേട്ടാ, അല്ല സുഖാണോ മോളെ നിനക്ക്? സുഖായിട്ടിരിക്കുന്നു സേതുവേട്ടാ. ആ, നിന്റെ മുഖത്തിപ്പോ പണ്ടത്തേതിലും ധൈര്യമുണ്ടല്ലോ, ഒരാത്മവിശ്വാസം ഒക്കെ നിങ്ങൾ രണ്ടുപേരൂടി തന്നതാ. പിടിച്ചു നിൽക്കാൻ ഞാൻ പഠിച്ചു സേതുവേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ വാ, അകത്തേക്ക് ഇരിക്കാം എന്ന് വിഷു ഇങ്ങനെ പറയണം. എന്നാ വിഷു ചെല്ല്, ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ പാറു. അപ്പൊ വിഷു അകത്തേക്ക് ചെന്നു. അതെ, ഒരു രഹസ്യമുണ്ട്. എന്താടി അത് എന്ന് നീ ചോദിച്ചു. പറയാം, നിങ്ങൾ സമയം വരട്ടെ. ഇപ്പൊ തൽക്കാലം വാ. ആ ദുഷ്ടക്കൂട്ടം ഹാളില് എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് അപ്പം അവിടെ കാത്തു നിപ്പുണ്ട്. ചേച്ചി എന്താണേലും വന്ന് കയറണമെന്നില്ല. ഞാൻ എന്താണേലും രണ്ടും കരുതിയാ വന്നിരിക്കുന്നത്. സേതുവേട്ടനെ തനിച്ച് നരകത്തിലേക്ക് വിടാൻ പറ്റില്ലല്ലോ. എന്തായാലും വാ എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ പല്ലവി അകത്തേക്ക് ചെന്നപ്പോ തന്നെ ഇന്ദ്രന്റെ സകല കൺട്രോളും പോയി. ആള് വൈപ്പി കയറിയ പോലെ ഇങ്ങനെ നിൽക്കാണ്. രാജലക്ഷ്മിയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു പല്ലവി. അപ്പൊ സേതു മാത്രമായിരിക്കും എന്ന് ഓർത്തത്. നിങ്ങൾ വാ ഇരിക്ക് എന്ന് പറഞ്ഞു വിശ്വം. 1 മിനിറ്റ് എന്ന് പറഞ്ഞ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ പല്ലവിയെ അപമാനിക്കാൻ കിട്ടുന്നൊരു അവസരം പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. നേരെ അങ്ങോട്ടേക്ക് ചെന്നു. പല്ലവിയുടെ അടുത്തേക്ക് സേതുവിന്റെ അടുത്തേക്കും ചെല്ലുകയാണ്. എന്നിട്ട് അതെ, ഇവളെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഒന്നും വേണ്ടിയില്ല. ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നു പല്ലവി കുറച്ചു നേരം. അതെ, ഞാൻ ചോദിച്ചു കേട്ടോ. അല്ല, ഋതുവിന്റെ ആങ്ങള കല്യാണം ആലോചിക്കാൻ വരും എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ കുടുംബക്കാരെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഇങ്ങനെയൊരു വലിഞ്ഞു കയറി വരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല എന്നായിരുന്നു ഇന്ദ്രന്റെ പ്രസ്താവന. എന്നിട്ട് പല്ലവി ദേഷ്യം കൊണ്ടിങ്ങനെ നോക്കുക. അയ്യോ, പല്ലവിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്നതാ എന്നായിരുന്നു സേതുവിന്റെ മറുപടി. അതെ, ശരിക്കും പല്ലവി. അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി അവിടെ നിങ്ങൾ വെപ്രാളം പിടിച്ചിങ്ങോട്ട് ഓടി വന്നോ. എന്തിന് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഒച്ചയില്ലല്ലോ, അക്ഷരം മാത്രമേ ഉള്ളൂ. അപ്പൊ സേതു അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് അതെ, ഈ ആംഗ്യ ഭാഷ അത്ര വശമൊന്നുമില്ല, എങ്കിലും തൊണ്ടയടിച്ചു പോയ നിങ്ങള് എന്തിന് എന്നായിരിക്കും ചോദിച്ചതെന്ന് ഞാൻ ഊഹിച്ചോട്ടെ. അത് തന്നെ ഉദ്ദേശിച്ചത് എന്ന് മൈക്ക് ഉടനെ പറയാണ്. ആണോ? എങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ഗൈഡായിട്ടാ പല്ലവി എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ ഈ അറിയാത്ത വല്ല കാട്ടിലൊക്കെ പോകുമ്പോ ഒരാള് വഴി കാട്ടാനും പിന്നെ അതിനൊക്കെ ആയിട്ട് നമ്മൾ കൂടെ കൊണ്ടുപോകാറില്ലേ, അങ്ങനെ. അപ്പോ എന്റെ കൂടെ ഗൈഡായിട്ട് വന്ന ആളാണ് ദേ ഈ നിൽക്കുന്ന പല്ലവി. അപ്പൊ രണ്ടുപേരുടെയും ചെകിടത്തടിച്ച പോലെയായി. പാറുവിന് ഭയങ്കര സന്തോഷമായി. ആള് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഇന്ദ്രന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കലി പൂണ്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്.
രാജലക്ഷ്മി എന്നിട്ട് അതിന് ഇവക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ചോദിച്ചു ഇന്ദ്രൻ. എനിക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യത എന്ന് പറ സേതു ഏട്ടാ. അപ്പൊ സേതു ഇങ്ങനെ നോക്കി നിന്നിട്ട്, അതെ, ഈ കാട്ടിൽ ഞാൻ നേരത്തെ വന്നിട്ടുള്ളതല്ലേ സേതുവേട്ടാ. ഏതൊക്കെ വന്യമൃഗങ്ങളും വിഷസർപ്പങ്ങളും ആണ് ഇന്ദ്രപ്രസ്ഥത്തിലുള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ ശരിയല്ലേ സേതുവേട്ടാ? അപ്പോഴേക്കും രാജലക്ഷ്മിക്ക് കലി വന്നിട്ട് നിൽക്കാൻ പാടില്ല. രാജലക്ഷ്മി ഇങ്ങനെ പല്ലൊക്കെ കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കണം. എന്താ ചെയ്യണ്ടേ എന്നാലോചിച്ച്, അതെ, ഈ കല്യാണം നടത്താനായിട്ടാണോ അതോ നിങ്ങൾ മുടക്കാനാണോ വന്നത് എന്ന് ചോദിക്കുകയാണ് രാജലക്ഷ്മി. അപ്പൊ വേഗം തന്നെ സേതു, കല്യാണം ഉറപ്പിക്കാൻ തന്നെയാ. പിന്നെ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും പ്രതീക്ഷിച്ചാൽ മതി. അതേ നാണയത്തിൽ തന്നെ സംസാരം ഉണ്ടാവൂ എന്നായിരുന്നു സേതുവിന്റെ മറുപടി. അപ്പൊ വേഗം തന്നെ വിശ്വൻ അഗ്രയുടെ വിട്ടു. അതെ, നിങ്ങൾ വന്നിരിക്കുക. അമ്മേ, ചേട്ടാ, ഒരു കാര്യം പറയട്ടെ. പല്ലവി ചേച്ചി എന്റെ ഭാര്യയുടെ ചേച്ചിയാ. അവർക്ക് ഇവിടെ വരാം. അതിനാരും പരിഹസിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ കല്യാണക്കാര്യം സംസാരിക്കാൻ നോക്ക്. നിങ്ങൾ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കൊണ്ട് ഇരുത്തി, പാറു ഇവർക്ക് കുടിക്കാനുള്ള ചായ എടുത്തുകൊട് എന്ന് പറഞ്ഞു. അപ്പൊ പാറുവും വിഷുവും കൂടെ പോയി രണ്ടുപേരുടെ ചായ എടുക്കാൻ പോവാണ്. അപ്പോ വേഗം തന്നെ സേതു അവിടെ പോയിരുന്നു. അപ്പോ ഇനി എന്താ കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കണം. അപ്പൊ വേഗം തന്നെ ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. കൂടുതലൊന്നും പറയാനില്ല. എന്ന് കല്യാണം നടത്തി തരാൻ പറ്റും, അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് ഇന്ദ്രൻ. അതിപ്പോ കുടുംബത്താലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത് 26-ന് തന്നെ നടത്താം എന്നാണ്. അന്നാണല്ലോ എന്റെയും പല്ലവിയുടെയും കല്യാണം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ദ്രനെ വിറഞ്ഞു കയറുവാണ്. എന്താ ചെയ്യേണ്ടെന്നറിയാതെ വല്ലാത്തൊരു ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതേ ഡേറ്റില് അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിന്റെയും ഋതുവിന്റെയും കല്യാണം കൂടി നടത്താം. എന്താ, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അറിയിച്ചാ മതി എന്ന് പറഞ്ഞു. അല്ല, എന്താ രാജലക്ഷ്മി അമ്മേ, കറക്റ്റ് അല്ലേ, സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ ഇന്ദ്രൻ വേഗം എനിക്കും അമ്മയ്ക്കും സമ്മതമാണ് എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ബാക്കി കാര്യം കൂടി സംസാരിക്കാം. തൽക്കാലം ഇത്രയും മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാം എന്നായിരുന്നു ഇന്ദ്രന്റെ ഒരു ഷോക്കായിട്ടൊരു വർത്താനം. അങ്ങനെ വെറുതെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാ എന്ന് വേഗം ഇന്ദ്രൻ പറഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ എന്നാ അങ്ങോട്ടേക്ക് വരേണ്ടത് എന്ന് രാജലക്ഷ്മി ചോദിച്ചു. നിങ്ങളുടെ സൗകര്യം പോലെ എന്നാന്ന് വിളിച്ചറിയിച്ചാൽ മതി എന്ന് സേതു പറയുകയും ചെയ്തു. അപ്പോഴേക്കും പാറു ചായയായിട്ട് വന്നു, സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു രണ്ടുപേരോടെ. എന്നിട്ട് ഇവർക്ക് ചായയൊക്കെ കൊടുത്തു. അതൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അന്നേരത്തേനും ഇന്ദ്രനും രാജലക്ഷ്മിയും ഒക്കെ കൂടി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. ഇവർക്ക് ചായ കൊടുക്കുന്നതൊക്കെ കണ്ട് അതിനുശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ വേഗം തന്നെ പറയടി, നീ എങ്ങനെയാ ഈ കാട്ടിൽ ഇതുപോലെ പിടിച്ചു നിന്നത്? എന്താ രഹസ്യം? അതെ, അതൊരു ട്രേഡ് സീക്രട്ടാ, നിങ്ങളോട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. സീക്രട്ട് എന്നോട് പറഞ്ഞിരുന്നില്ലേ നമ്മളോട് പെരുമാറുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പെരുമാറണമെന്ന്? ഞാൻ അങ്ങനെ പെരുമാറി തുടങ്ങി, അതാണ് സത്യം എന്ന് പറഞ്ഞു. അതെ, ആ സ്ത്രീയുടെ ശബ്ദം പോയിരിക്കുന്നത് കണ്ടാം. ഞാൻ രാത്രി തന്നെ ഇരുട്ടടി അടിച്ചതാ. സേതുവും പല്ലവിയും കണ്ണു തള്ളിങ്ങനെ നിൽക്കുവാണ്. ഭാവു തന്നെയാണോ ഇതെന്ന് ഓർത്തിട്ട്. എടി, നീ വിചാരിച്ച പോലെ അല്ലല്ലോ, പ്രേതമാണ് വന്നതെന്നാ അവര് വിചാരിച്ചിരിക്കുന്നത്. അച്ചമ്മയുടെ പ്രേതം വന്നാണെന്ന് പറഞ്ഞ ഒരു സ്ഥിരീകരണം കൂടി ഞാൻ അവർക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടി കിട്ടി ഇപ്പൊ പേടിച്ച് ശബ്ദം പോയതാന്നേ. എന്റെ ഈശ്വര, നീ ഉദ്ദേശിച്ച ആളൊന്നും അല്ലല്ലോടി എന്ന് പല്ലവി ഇങ്ങനെ നെഞ്ചത്ത്. അതെ, സൂക്ഷിച്ചോണേ, ഇതുപോലുള്ള വന്യമൃഗങ്ങളുള്ളടത്ത് പിടിച്ചു നിൽക്കാൻ ഇത്രയൊക്കെ ചെയ്യണം. പക്ഷേ നമുക്കൊരു അപകടം പറ്റാതെ നോക്കിക്കോണം, മനസ്സിലായോ എന്ന് ചോദിച്ചു. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഋതു ചേച്ചിയുടെ കാര്യമോ എന്നിങ്ങനെ ചോദിക്കാണ്. അപ്പോഴേക്കും അവരുടെ മൈൻഡ് മാറിയിട്ടോ. ആകെ ചിരിച്ചൊക്കെ ഒന്ന് സന്തോഷിച്ചു വരുന്നതാണ്. നല്ല ഉദ്ദേശത്തോടെ ഒന്നും അല്ല അവരാ കല്യാണം നടത്തുന്നത്. വീഴാൻ പോകുന്ന കുഴിയുടെ ആഴം എത്രയെന്ന് ഋതു ചേച്ചിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ന് ഇങ്ങനെ പാറു പറയുകയാണ്. എങ്ങനെയെങ്കിലും ഇനിയും സമയമുണ്ടല്ലോ, പിന്മാറാൻ പറ ചേച്ചിയോട്. ഒരു കാര്യമില്ല മോളെ, പറഞ്ഞ മനസ്സിലാവില്ല, അത് തന്നെയല്ല തിരുത്താനും പറ്റില്ല. അതെന്താ? അതൊക്കെ കാരണങ്ങളൊക്കെ പിന്നെ ഒരിക്കൽ ഞാൻ നിന്നോട് വിശദമായി പറയാം എന്ന് പല്ലവി പറയുകയാണ്. അപ്പൊ കാര്യങ്ങളൊന്നും ഇവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ പ്രതാപന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എടോ, താൻ എന്താണ് ഒന്നും പറയാത്തത്? അല്ല ഇന്ദ്ര, എന്തായാലും ഇന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ സേതു വന്നു, കല്യാണം ഉറപ്പിച്ചു. അതിലിപ്പോ ഞാൻ എന്തു പറയാനാ?
ഏ എന്റെ പൊന്നോ, എടോ അവന്റെ തല താഴുമെന്ന് കരുതിയാ ഞാൻ ചെയ്തത്. എന്നിട്ട് അവൻ ഇപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുവാടോ. താക്കാൻ ഇനി എന്ത് ചെയ്യും? അതിനാടോ തന്റെ ബുദ്ധി ചോദിച്ചത്. അവന്റെ പത്തി നോക്കി ഒരെണ്ണം കൊടുക്കണം എനിക്ക്. അതിന് തന്റെ സഹായം വേണം. അയ്യോ, അതിന് ഞാൻ എന്ത് സഹായം ചെയ്യാനാ? അയ്യോടാ, എന്തോ ഒരു വിനയമാ തനിക്ക്. ഇവിടെ തനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് സഹായം ഈ ലോകത്തുള്ളത്? അപ്പൊ പ്രതാപനൊന്ന് പൊങ്ങി. അത് ശരിയാ എടോ, ചന്ദ്രന്റെ ഒരു കഷണം വേണമെന്ന് പറഞ്ഞാലും പ്രതാപ താനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറയും. അങ്ങനെ കാണേണ്ടതുപോലെ കാണുന്നവർക്ക് മുന്നിൽ ഈ പ്രതാപൻ അങ്ങനെയാണ്. കാണേണ്ട പോലെ തന്നെ കാണും. എന്താ വേണ്ടത്? റെയ്ഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ്. അയ്യോ, എവിടെ എന്ന് ചോദിച്ചു. എടോ, ഇവിടെ അല്ലടോ. എടോ, പൂർണിമ ടെക്സ്റ്റൈൽസില്. അത് മനസ്സിലാക്ക. എല്ലാം ഫ്രീസ് ആവണം. ഒരു കാര്യവും നടക്കാൻ പാടില്ല. മനസ്സിലായോ തനിക്ക്? താൻ എങ്കിലേ സേതുവിന്റെ നട്ടല്ല നല്ലോണം വളയുള്ളൂ എന്റെ മുന്നില്. മനസ്സിലായോ? മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം ഇത് കണക്ക് കൂട്ടി തന്നെയാണ് ഇന്ദ്രന്റെ പുറപ്പാട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.